ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ദീപകിന്റെ കാര്യമാണ്. ദീപകിനെ കുറിച്ചോ? ദീപകിനെ കുറിച്ച് എന്താ ആന്റി? ദീപകിന് ഗുണമുള്ളൊരു കാര്യം. അളിയൻ ഇന്നലെ ഇന്നുമായിട്ടും ഇവിടെ നടത്തുന്ന ഈ നാടകത്തിന് അളിയൻ എത്ര രൂപയാ അവളുടെ കയ്യിൽ നിന്ന് എണ്ണി വാങ്ങിച്ചതെന്ന്. പൊന്നളിയ, ഇങ്ങനെ ചങ്കിക്കൊള്ളുന്ന വാക്കൊന്നും പറയല്ലേ. നീ കേട്ടില്ലേ പ്രിയേ നിന്റെ അനിയ പറയുന്നത്? രമ്യയുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് ഞാനിതൊക്കെ പറയുന്നെന്നാ ഇവൻ വിചാരിക്കുന്നേ. അളിയ, ഞാനെന്നും അളിയന്റെ നല്ലത് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. ഋതിക മേഡത്തിന് അളിയനോടുള്ള പ്രണയം ഞാൻ മനസ്സിലാക്കിയോണ്ടാ ആ പ്രണയത്തിന് വേണ്ടി അന്ന് നിങ്ങൾ ഒന്നിക്കാൻ ആത്മാർത്ഥമായിട്ട് കൂട്ടുന്നതും അതിനുവേണ്ടി കഷ്ടപ്പെട്ടു. പക്ഷേ അതൊന്നും നടക്കില്ല അളിയ. അല്ല, സത്യത്തിൽ ആ ബന്ധത്തിന് അളിയനും താല്പര്യമില്ലല്ലോ. നമ്മൾ വിചാരിച്ച പോലെ അല്ലെങ്കിലും ശ്രീയുടെ വിവാഹം കഴിഞ്ഞു. ഇനിയിപ്പോ അടുത്തത് അളിയന്റെ കല്യാണോ? അത് അളിയനെ സ്നേഹിക്കുന്ന ഒരു പെണ്ണ് തന്നെ ആവണമെന്ന് ഞാൻ പറയുന്നത് തെറ്റാണോ അളിയ? അമ്മേ, ഞാൻ ഇറങ്ങാം. അല്ല, എന്തെങ്കിലും പറഞ്ഞിട്ടോ? കാലത്തിന് അളിയിരുന്ന് എങ്ങോട്ടാ? ഇന്ന് ഇലക്ഷൻ ദിവസാ. എനിക്ക് ഉടനെ തന്നെ ഇലക്ഷൻ ബൂത്തിലെത്തണം. മോനെ, ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോടാ. എടി, അതൊക്കെ അവൻ പുറത്തുപോയി കഴിച്ചോളൂ. നീ പോയിട്ട് വാടാ. ശരി അച്ഛാ. ശരി അമ്മേ. കാലത്ത് തന്നെ മനുഷ്യന്റെ സമാധാനം കളയാനായിട്ട് നീ എന്ത് നോക്കി കാടി? പോയി ചായ എടുത്തുണ്ടാ. അച്ഛാ, ഇതെടി, ജേട്ടൻ രാജുവിന്റെ നല്ലതിനു വേണ്ടിയല്ലേ? മനസ്സിലായി. പത്രക്കാരൻ എവിടെ പോയി കിടക്കണോ? വെറുതെ കുറച്ച് കാശ് ചിലവാക്കുന്നല്ലാണ്ട് ഒരെണ്ണത്തിനെ കൊണ്ട് ഒരു പ്രയോജനമില്ല ഈശ്വര. അത് പത്രക്കാരനെ അല്ല, എന്നെ ഉദ്ദേശിച്ച. ശരിയാക്കി കൊടുക്കാം. അതെ അപ്പു, എല്ലാരും വോട്ട് ചെയ്യാനായിട്ട് പോയിരിക്കുക. ഇല്ല മോളെ, അച്ഛൻ കോയമ്പത്തൂരാ. അമ്മ എല്ലാരും വോട്ട് ചെയ്ത് തിരിച്ചു വന്ന ശേഷം പോളിംഗ് ബൂത്തിലേക്ക് പോകും. മോളെ, എല്ലാരും വന്നേ, അമ്മ പിന്നെ വിളിക്കാം. ശരി. നിങ്ങൾ വോട്ട് ചെയ്യാനെത്തിയത് ഞാൻ ന്യൂസിൽ കാണുമായിരുന്നു. അപ്പോഴാ അപ്പുവിന്റെ കോള് വന്നേ. ആണോ? അവളെന്ത് പറയുന്നു? നന്നായി പഠിക്കുന്നില്ലേ? ഉണ്ട് പ്രതാപേട്ട. നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ട പ്രോത്സാഹനം നൽകണം. നമുക്ക് കുറച്ച് സീറ്റ്സ് ഒക്കെ വാങ്ങി അവളെ ഹോസ്റ്റലിൽ പോയി ഒന്ന് കാണാം. അവൾക്കും അവളുടെ ഫ്രണ്ട്സിനൊക്കെ അത് വലിയ സന്തോഷമാവും. പ്രതാപ, ഇലക്ഷൻ റിസൾട്ട്, അതിന്റെ ടെൻഷൻ, ഇങ്ങനെ 100 കൂട്ടം കാര്യങ്ങള്. ഈ തിരക്കിനിടയ്ക്ക് അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ചേച്ചി, ഇന്ന് വോട്ട് ചെയ്യാൻ വന്ന ആളുകൾക്ക് എന്നോടുള്ള സ്നേഹവും ബഹുമാനവും ചേച്ചി കണ്ടതല്ലേ? കന്നി വോട്ട് ചെയ്യാൻ വന്നവരും വാർദ്ധക്യത്തെ പോലും വകവയ്ക്കാതെ വോട്ട് ചെയ്യാൻ വന്നവരും പ്രായമായവരും ഒരുപോലെയാണ് എന്നിൽ സ്നേഹവും വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. അവർക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്യുന്നു അവർക്ക് നന്നായിട്ടറിയാം. അവർക്കതിൽ ഉറപ്പുണ്ട്. അവർ എനിക്കേ വോട്ട് ചെയ്യൂ. ആ വിശ്വാസം, അതാണ് ചേച്ചി എന്റെ കോൺഫിഡൻസ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഇലക്ഷനും എന്റെ ഭാഗ്യപരീക്ഷണമല്ല. വർഷങ്ങളായി എന്നിൽ ജനങ്ങളും ഞാൻ ജനങ്ങളിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം, അത് ഞാനും എന്റെ ജനങ്ങളും കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. നിന്നെ എല്ലാവർക്കും വിശ്വാസമാ പ്രതാപ, അതെനിക്കും അറിയാം. പക്ഷേ ജനങ്ങളെ എല്ലാവരെയും അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുമോ? ആരാ എപ്പോഴാ കൂറുമാറുന്നേന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല മോനെ.
അമ്മായി ഓരോന്ന് പറഞ്ഞു വെറുതെ അച്ഛനെ ടെൻഷൻ അടുപ്പിക്കുകയാണല്ലോ. അതെ, ഇന്ന് വോട്ട് ചെയ്യാൻ വന്ന എല്ലാവരും നിനക്ക് വോട്ട് ചെയ്യാൻ വന്നവരാണെന്ന് നീ വിശ്വസിക്കുന്നു. അവരാർക്കാണ് വോട്ട് ചെയ്തതെന്ന് ആർക്കറിയാം? നമ്മുടെ നാട്ടിലെ നല്ല പേരും പെരുമയുള്ള 2 പേരാ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി നിനക്കെതിരെ ഇത്തവണ മത്സരിക്കുന്നത്. അതാ എന്റെ ടെൻഷൻ. ചേച്ചി അതോർത്ത് ചേച്ചി ടെൻഷൻ അടിക്കണ്ട. എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. എത്ര ഇലക്ഷൻ കണ്ടതാ ചേച്ചി? ഇതെന്താ പുതുതായി ഒരു പേടിയൊക്കെ? അറിയില്ല പ്രതാപ, എനിക്കാകെ മനസ്സിനൊരു വല്ലായിക പോലെ. എന്തിന്? ആ ഇന്നെന്തായാലും വേറെ പ്രോഗ്രാംസ് ഒന്നുമില്ല. നമുക്ക് അപ്പുന്റെ ഹോസ്റ്റലൊക്കെ ഒന്ന് പോയി അവളെയും ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് ചില്ലായിട്ടിരുന്നാലോ? എന്തു പറയുന്നു മോളെ? ശരി അച്ഛാ. രാജു, നീ ഡ്രൈവറോടൊന്ന് പറഞ്ഞേക്ക്. ആ ഞാൻ പറയാം സർ. പ്രതാപേട്ട, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ആ പ്രത്യേകിച്ച് ഒന്നും വേണ്ട, കുറച്ച് തണുത്ത വെള്ളം മാത്രം മതി. ശരി ഏട്ടാ. ആ റോഹനോ, വാ. എന്താ ഈ വഴിക്ക്? പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ? അതോ വെറുതെ ഇറങ്ങിയാണോ? ഞാൻ വോട്ട് ചെയ്തിട്ട് വരുന്ന വഴിയെങ്കിലേ. ആണോ? ഇവൻ എന്തിനാ ഇങ്ങോട്ട് വരുന്നെന്ന് ഇങ്ങേർക്ക് അറിയില്ലായിരിക്കും. ഇവിടെ കാണാൻ, അല്ലാതെ എന്തിനാ? ഇന്നങ്കിൾ ഫ്രീ ആയിരിക്കുമെന്ന് ഊഹിച്ചു. ഇത്തവണത്തെ ഇലക്ഷനിൽ പാർട്ടി ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നവരുടെ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ആദ്യത്തെ പേര് അങ്കിളുടെ ആണല്ലോ. അപ്പോ ഇലക്ഷൻ ദിവസമായിട്ട് അങ്കിളിനെ ഒന്ന് മീറ്റ് ചെയ്യാന്ന് കരുതി. പിന്നെ വെറുതെ സുഖിപ്പിക്കലാമേ. എന്താ ചേച്ചി അവൻ പറയുന്നത്? അല്ല, റോഹൻ പറയുന്നതാ കറക്റ്റ് എന്ന്. ഞാൻ വെറുതെ എന്തിനാ ടെൻഷൻ അടിക്കുന്നെന്നാ ദീപക് ചോദിച്ചത്. ഹായ് ഋതിക. ഹായ് റോഹൻ. തനിക്ക് സുഖമല്ലേ രാജു? ആ സുഖ സാറേ. പിന്നെ അങ്കിൾ, ഞാൻ വന്നത് പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാനാണ്. എന്താ മോനെ? സോറി അങ്കിൾ, ഞാൻ ഈ വീട്ടിലെ കാര്യങ്ങളിൽ ഇടപെടുകയാണെന്ന് വിചാരിക്കരുത്. നിങ്ങളൊക്കെ ഇനി അങ്ങോട്ട് എന്റെ ബന്ധുക്കളാൻ പോവാണല്ലോ. ഈ കുടുംബം എന്റെ കുടുംബം പോലെയാണല്ലോ. റോഹൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇത്രയൊക്കെ ചുറ്റി വളയ്ക്കേണ്ടതുണ്ടോ? താങ്ക് യു അങ്കിൾ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ദീപകിന്റെ കാര്യമാണ്. ദീപകിനെ കുറിച്ചോ? ദീപകിനെ കുറിച്ച് എന്താ ആന്റി? ദീപകിന് ഗുണമുള്ളൊരു കാര്യം. ദീപകിന്റെ വിവാഹം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ദീപകിന് സ്വന്തമായ ഒരു വരുമാനം ഇല്ലാതെ പറ്റില്ലല്ലോ.